കൂട്ടുകാരെ, ഇന്ന് പത്തില തോരനിൽ 9ാമത്തെ ഇല വെക്കുന്നത് ഈ ചേമ്പാട്ടോ. ഈ ചേമ്പ് എന്ന് പറഞ്ഞാൽ അപ്പാടല്ല, ചേമ്പിൻ്റെ കൂമ്പ്. ഇത് കണ്ട, ഇത് ഇത് കുറേ വേണം കേട്ടോ. അത് തോരൻ വെക്കും. അപ്പം ഇതിൻ്റെ നോക്കട്ടെ, ഞാൻ പറിച്ചിട്ട് കാണിക്കാവേ. സാധനം കണ്ട, ചേമ്പിൻ്റെ കൂമ്പില കുറച്ച് തോരൻ വെക്കാം. തോരൻ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അരിയെണ്ണയൊക്കെ കാണിച്ചു തരാം. വെള്ളത്തിലേക്ക് അരിഞ്ഞതിൽ ഇതിൻ്റെ ഒരു കറുപ്പ് പോലത്തെ ഒരു കളർ വരും. അതുകൊണ്ട് വെള്ളത്തിൽ അരിഞ്ഞിട്ടിട്ട് കുറച്ച് ഉപ്പും കൂട്ടി കുറച്ച് നേരം തിരുമ്പി വെക്കണം, ഇല്ലെങ്കിൽ ചൊറിയും. അപ്പം നമുക്കിത് അരിഞ്ഞിടാം, എന്നിട്ട് കാണിക്കാവേ. ഉപ്പ് ഇട്ട് തിരുമ്മി പിഴിഞ്ഞെടുത്ത് വെച്ചേക്കാണ്. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. തേങ്ങ ഒതുക്കിയിട്ടുണ്ട്, ചെറിയുള്ളിയും ഇതൊക്കെ ഇട്ടിട്ട്. പിന്നെ അതിലൂടെ ഒരു പകുതി സവോളയും കൂടെ ഞാൻ വെച്ചൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട്. ചേമ്പിൻ്റെ ആയതുകൊണ്ട് വേഗം ഉടഞ്ഞു പോകുമല്ലോ, നമുക്ക് വേഗം അടുപ്പത്ത് വെക്കാം. ചെയ്തിട്ട് ചൂടായി, എണ്ണ ഒഴിക്കട്ടെ. നമുക്ക് കുറച്ച് അരിയും കൂടി ഇടാം. അരി വെച്ച് ചേമ്പിൻ്റെ പിന്നെ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. നമുക്ക് തേങ്ങ ഒതുക്കിയതും ഉള്ളിയും കൂടെ ചേർക്കാം. ഉപ്പ് ഇട്ട് പിഴിഞ്ഞുകൊണ്ട് നോക്കിയിട്ട് ഉപ്പ് ചേർത്താൽ മതിയേ. ശരി, ഇനി വേവട്ടെ. തോരൻ നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് വെക്കുന്നത്. നല്ലതാണെന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഇത് വെക്കുന്നത്. ചേനേൻ്റെ ഒക്കെ വെച്ച് കൂട്ടിയിട്ടുണ്ട്. ചേമ്പ്, അത് മറ്റുള്ള ചേമ്പ് ചൊറിയൊന്നൊക്കെ എനിക്കൊരു പേടിയൊക്കെ ഉണ്ട്. ചൊറിയൊന്നും ഇല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പറാട്ടോ. ചെയ്ത് നോക്കാൻ പോവാണേ. പിന്നെയില്ലേ, ഇത് വെക്കുമ്പോൾ ചിലവർക്ക് നാക്ക് ചൊറിയും. അപ്പോൾ ഇച്ചിരി പുളീൻ്റെ എന്തെങ്കിലും വാളംപുള്ളീൻ്റെയോ കുടംപുള്ളീൻ്റെ ഒരു കഷ്ണം കൂടി ഇട്ടിട്ട് ഇതാക്കണം കേട്ടോ, അല്ലെങ്കിൽ ചൊറിയും. എല്ലാവർക്കും എൻ്റെ ഇത് പിടിക്കില്ല കേട്ടോ. അത് പറയാൻ വിട്ടുപോയി, കഴിക്കുമ്പോൾ പറയാമെന്ന് വെച്ചു. ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. പക്ഷെ ആ പറഞ്ഞ പോലെ ചൊറിയ, എനിക്ക് ചൊറിയ. പക്ഷെ ഇവിടെ മക്കൾ വന്നിട്ട് ചൊറിയുന്നില്ല. ഞാൻ തിന്നുമ്പോൾ ചെറുതായിട്ടൊരിത്. മക്കൾക്കൊന്നും കുഴപ്പമില്ല, ഏട്ടനൊന്നും തിന്നുമ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് ചൊറിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ട് അത് ശകലം പുളി ഇതാക്കണം. മോള് ടേസ്റ്റ് ചെയ്തു. അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ശരി, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ടാറ്റ. എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യണേ.